ഹൈസ്കൂൾ ഇംഗ്ലീഷ് അധ്യാപക നിയമനവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി വിധി അട്ടിമറിക്കാനുള്ള സർക്കാർ നീക്കത്തിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കാനൊരുങ്ങി ഉദ്യോഗാർത്ഥികൾ. 3 വർഷമായി കോടതിയലക്ഷ്യം തുടരുകയാണെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആരോപണം. മറ്റു വിഷയങ്ങൾക്ക് സ്ഥിരം നിയമനം നടത്തുമ്പോഴും ഇംഗ്ലീഷ് വിഷയത്തോട് വേർതിരിവ് എന്തുകൊണ്ടാണെന്നാണ് ഇവരുടെ ചോദ്യം. കേരളത്തിലെ ഭൂരിഭാഗം സർക്കാർ ഹൈസ്കൂളുകളിലും ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് യോഗ്യത ഉള്ളവരല്ല. ഈ സാഹചര്യത്തിൽ കുട്ടികളുടെ പഠന നിലവാരത്തിൽ ആശങ്ക ഉണ്ടായതോടെയാണ് 2021 വിവിധ PTA സംഘടനകൾ കോടതിയെ സമീപിച്ചത്. തുടർന്ന് 642 പൊതുവിദ്യാലയങ്ങളിൽ ഇംഗ്ലീഷിനെ ഭാഷയായി പരിഗണിച്ച് തസ്തിക സൃഷ്ടിച്ച് ഇംഗ്ലീഷ് ഐച്ഛിക വിഷയമായി പഠിച്ച അധ്യാപകരെ സ്ഥിരമായി നിയമിക്കണമെന്ന് ഹൈക്കോടതി വിധിയുണ്ടായി. അതിനുശേഷം 3 തസ്തികാ നിർണയം കഴിഞ്ഞിട്ടും ഇംഗ്ലീഷ് വിഷയം പഠിപ്പിക്കുവാൻ താത്കാലിക അധ്യാപകർ മതിയെന്ന സർക്കാർ ഉത്തരവിനെതിരെയാണ് ഉദ്യോഗാർത്ഥികൾ രംഗത്ത് വന്നത്. +2 കുട്ടികൾക്ക് പോലും ഇംഗ്ലീഷിന്റെ ഒരു ബേസ്, ഒരു അടിസ്ഥാനമില്ലാത്തതിന്റെ പ്രശ്നം നമ്മൾ നന്നായിട്ട് അനുഭവിക്കുന്നുണ്ട്. അവർ 10ാം ക്ലാസ്സിൽ A+ റിസൾട്ടോട് കൂടി വന്ന കുട്ടികളാണെങ്കിൽ പോലും അവരുടെ പേരെഴുതുന്നതിൽ പോലും മിസ്റ്റേക്ക് വരുത്തുന്ന കുട്ടികളെയാണ് നമ്മൾ കണ്ടുവരുന്നത്. അത് അവർക്ക് ബേസ് താഴത്തെ ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ ഹൈസ്കൂളുകളിൽ നിന്ന് കിട്ടാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അവിടെ ഇംഗ്ലീഷിന് സ്ഥിര അധ്യാപകരില്ലാത്തതിൻ്റെ, ഏതെങ്കിലുമൊക്കെ സബ്ജക്ട് ടീച്ചേഴ്സ് എടുത്തതിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ +2ലേക്ക് വരുമ്പോൾ നമുക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. കതിരെ കൊണ്ട വളം വെക്കുന്നത് പോലെയുള്ള ഒരു അവസ്ഥയാണ്. ഇത്രയധികം കോടതിയലക്ഷ്യം എങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ സർക്കാരിന് കഴിയുന്നു എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. പല ജില്ലകളിലും ഇംഗ്ലീഷ് അധ്യാപകരുടെ PSC റാങ്ക് പട്ടിക നിലനിൽക്കുമ്പോഴാണ് താത്കാലിക നിയമനം നടത്തുന്നത്. സ്ഥിര നിയമനം നടത്താതിരിക്കുന്നതിന് സർക്കാരിന്റെ വാദവും വിചിത്രം. ഞങ്ങൾ എല്ലാ യോഗ്യതകളോടും കൂടി പാസ്സായിട്ട് വന്നിട്ടുള്ള ആൾക്കാരാണ്. തുടർന്ന് ഇങ്ങോട്ട് കോടതി അലക്ഷ്യ കേസുകൾ വന്നെങ്കിലും സർക്കാർ ഞങ്ങൾക്ക് വേണ്ട ഒരു സപ്പോർട്ടും നൽകുന്നില്ല. ഞങ്ങൾ താൽക്കാലികമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം തൊട്ടാണ് സ്കൂളുകളിൽ, ഗവൺമെൻറ് സ്കൂളുകളിൽ ഇല്ല, അതിന് സർക്കാർ തയ്യാറാകുന്നില്ല. ഇതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ. പല ജില്ലകളിലും ഇംഗ്ലീഷ് അധ്യാപകരുടെ PSC റാങ്ക് പട്ടിക നിലനിൽക്കുമ്പോഴാണ് താത്കാലിക നിയമനം നടത്തുന്നത്. സ്ഥിര നിയമനം നടത്താതിരിക്കുന്നതിന് സർക്കാരിന്റെ വാദവും വിചിത്രം. മറ്റ് സബ്ജക്റ്റുകൾ നോക്കട്ടെ, ലാംഗ്വേജ് നോക്കിക്കഴിഞ്ഞാലും അവിടെ ഹിന്ദിക്ക് 72, മലയാളത്തിന് 70, 70s എബോവ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇംഗ്ലീഷിന് മാത്രമാണ് ഈ ഒരു സാമ്പത്തിക പ്രതിസന്ധി നമ്മുടെ സർക്കാർ പറയുന്നത്. പക്ഷെ മറ്റ് സബ്ജക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് LP ആണെങ്കിലും UP ആണെങ്കിലും നല്ല പോസ്റ്റിംഗ് നടക്കുന്നുണ്ട്. സർക്കാരിന്റെ ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ സുപ്രീം കോടതിയെയും സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഉദ്യോഗാർത്ഥികൾ. ന്യൂസ് മലയാളം, കൊച്ചി.